എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന 3 തരം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 3 തരത്തിലുള്ള വിപ്പിംഗ് ക്രീമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള 3 ഈസി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഫസ്റ്റ് ഇവിടെ ചെയ്യുന്നത് വെള്ളക്കടല വെച്ചിട്ടുണ്ടാക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 300 ഗ്രാം വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളൊരു 4-5 മണിക്കൂർ നന്നായിട്ട് കുതിർക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കടല നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കണം. കുക്കറിലാണെങ്കിൽ ഒരു 7-8 വിസിലിടുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ ഒഴിക്കണം. കാരണം നമുക്കൊരു 7-8 വിസിൽ കഴിഞ്ഞതിന് ശേഷം അടുക്കി പിടിക്കാൻ പറ്റില്ല. നമുക്കിതിൻ്റെ വെള്ളമാണ് ആവശ്യം. അപ്പോൾ അത്യാവശ്യം ഇത്തിരി വെള്ളം കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരുപാട് അങ്ങ് ഉടഞ്ഞിട്ടുമില്ല. എങ്കിൽ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഈ കടല മാറ്റി വെച്ചതിന് ശേഷം ഈ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ വെള്ളവും കടലയും നമുക്ക് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. ഇനി ഈ കടല നമുക്ക് കറികൾക്കോ ഹമ്മൂസിനൊക്കെ ഉപയോഗിക്കാം. ഈ വെള്ളത്തിൽ നിന്നാണ് നമ്മളിന്ന് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വെള്ളത്തിന് പറയുന്നത് അക്വാഫാബ എന്നാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഒരു 12 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല പോലെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെയാണ് വേണ്ടത്. ഒരു ജെല്ലി ഫോമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ രീതിയിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് വിപ്പ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ടെക്സ്ചറിൽ കിട്ടുള്ളൂ. ഇനി വിപ്പിംഗ് ക്രീം ചെയ്യാനായിട്ട് വേണ്ട മറ്റ് 2 ഇൻഗ്രീഡിയൻസ് ആണ് പഞ്ചസാരയും പിന്നെ വാനില എസൻസും. പഞ്ചസാര ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. പിന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൗളും വിസ്കും ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ നന്നായിട്ട് ഫ്രീസ് ചെയ്ത് തന്നെ എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വിപ്പ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കടലയിലെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട. അതിൻ്റെ കളറൊന്ന് മാറി ഇതുപോലെ ഒന്ന് ലൂസായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും ഈ ടൈം മാറുന്നത്. എനിക്ക് കറക്റ്റ് ഒരു 9 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ കിട്ടി. ആദ്യം നമുക്കൊരു ക്രീം കളർ ഷെയ്ഡിലായിരിക്കും വരുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ വിപ്പിംഗ് ക്രീം കിട്ടും. ഇനിയും നമ്മൾ ബീറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം കിട്ടും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. കേക്ക് ഫ്രോസ്റ്റിങ്ങിനും ഡെസേർട്ടിനും പുഡിങ്ങിനും എല്ലാം യൂസ് ചെയ്യാം. കടല എന്ന് പറയുന്ന എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ്. അത് വെച്ച് വളരെ ഹെൽത്തി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വിപ്പിംഗ് ക്രീം വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ക്രീം കളറിൽ നിന്ന് കറക്റ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈറ്റ് കളറിലോട്ട് ക്രീം മാറുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വിപ്പിംഗ് ക്രീമിലോട്ട് പോവാം. ഇനി അടുത്ത വിപ്പിംഗ് ക്രീം ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന 2 ഐറ്റം വെച്ചിട്ടാണ്. പഞ്ചസാരയും നെയ്യും. അത് വെച്ചിട്ട് ബീറ്ററോ മിക്സിയോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കപ്പ് നെയ്യാണ്. ഈ 1/2 കപ്പ് നെയ്യുടെ അളവിനാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്നത്. 1/2 കപ്പ് നെയ്ക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം. അപ്പോൾ വിപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ലൂസായിട്ടായിരിക്കും വരുന്നത്. ഇനി ഒരല്പം കഴിഞ്ഞ് നമ്മൾ സ്പീഡ് കൂട്ടി വരുമ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, ഫ്ലേവറിന് വേണ്ടിയാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, അതിൽ പ്രശ്നമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്പൂൺ വെച്ച് നല്ല സ്പീഡിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടും. നല്ല സ്പീഡിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് കറക്റ്റായോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും വിപ്പ് ചെയ്യണം. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ്. കറക്റ്റായിട്ട് വിപ്പായിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ടെക്സ്ചറായിട്ടുള്ള ക്രീമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു സ്മൂത്തായിട്ടുള്ളൊരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. നമുക്കൊരു ഒരു ക്രീം കളറിൽ നിന്ന് കറക്റ്റായിട്ടൊരു വൈറ്റ് കളറിലോട്ട് തന്നെ മാറും. അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വിപ്പായിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കറക്റ്റായിട്ട് വിപ്പായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. നെയ്യിൻ്റെ ടേസ്റ്റോ അങ്ങനെ ഒന്നും എടുത്ത് നിൽക്കില്ല. കാരണം നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ആ നെയ്യുടെ ടേസ്റ്റ് തീരെ വരില്ല. ഇപ്പം പലർക്കും ഒരു സംശയമുണ്ട്, നെയ്യ് വെച്ച് ഉപയോഗിക്കുമ്പോൾ നെയ്യുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കില്ലേ എന്ന്. അങ്ങനെ ഒന്നും വരില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേക്കുകളിലും പുഡിങ്ങിലും ഡെസേർട്ടിലും എല്ലാം ഈ വിപ്പിംഗ് ക്രീമും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിപ്പിംഗ് ക്രീം റെസിപ്പിയിലോട്ട് പോകാം. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന തേങ്ങ വെച്ചിട്ടാണ്. തേങ്ങയും എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് തേങ്ങ വെച്ചിട്ട് ഇനി എങ്ങനെ വിപ്പിംഗ് ക്രീം ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 350 ഗ്രാം തേങ്ങയാണ്. 350 ഗ്രാം തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസുള്ള മുഴുവൻ തേങ്ങയാണ്. അത് നമുക്ക് ഇങ്ങനെയും ചേർക്കാം, അല്ലെങ്കിൽ അരിഞ്ഞും ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ്. ഈ ഇളം ചൂടുള്ള വെള്ളം ചേർക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് നല്ല കട്ടി പാല് കിട്ടാനായിട്ടാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ നാരങ്ങാനീര്. നാരങ്ങാനീരില്ലെങ്കിൽ ഇതേ അളവിൽ വിനീഗർ ചേർത്താലും മതി. ഇതെന്തായാലും ചേർക്കണം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കണം. അതായത് പാലും ഈ തേങ്ങയുടെ കൊത്തും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അരിച്ചെടുക്കണം. അതിന് ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മേളിൽ എന്തെങ്കിലും കോട്ടൺ ടവലോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും ഒന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് പാലും തേങ്ങയുടെ ആ കൊത്തും കറക്റ്റായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കണം. നല്ല തിക്കായിട്ടുള്ള പാല് തന്നെ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്രിഡ്ജിൽ തിരുകി വെച്ചേക്കുന്ന തേങ്ങയാണെങ്കിൽ അല്പം ചൂട് കൂടിയ വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള പാല് തന്നെ കിട്ടും. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് ഒരു 5 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെക്കണം. ഫ്രീസറിലല്ല, താഴോട്ട്. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള സ്പൂണോ അരിപ്പയോ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായ ക്രീം, അതായത് നമ്മളിപ്പം ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പാൽപ്പാട വരുന്ന പോലെ തന്നെ ഇതിൽ നിന്നും നല്ല കട്ടിയായിട്ടുള്ള പാട വരും. അത് നമ്മൾ ഇതുപോലൊരു ബൗളിലോട്ട് മാറ്റി വെക്കണം. ഒരുപാട് ഇളക്കി കോരരുത്, ഫ്രണ്ടിൽ നിന്ന് മാത്രം നമ്മൾ എടുത്താൽ മതി. ഇനി നമുക്ക് ഈ പാലിനെ വീണ്ടും 2 മണിക്കൂർ ഫ്രീസറിലോട്ട് മാറ്റാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു ലെയർ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന വെള്ളം നിങ്ങൾ കളയരുത്. നമുക്ക് മാവിൽ കൂടെ അപ്പത്തിനൊക്കെ അരയ്ക്കുമ്പോൾ മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ കറികൾ വെക്കുമ്പോൾ ചേർക്കാം. അതുകൊണ്ട് ഇത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ച ആ ക്രീം എല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ക്രീമി ടെക്സ്ചറിൽ ബീറ്റായി കിട്ടും. ഇങ്ങനെ ഒരു 1-2 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ എപ്പോൾ ബീറ്റ് ചെയ്താൽ സ്പീഡ് ലോയിൽ വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. പിന്നെ ഹൈ സ്പീഡിലോട്ട് പതിയെ പതിയെ മാറ്റി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വിപ്പിംഗ് ക്രീം വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമും നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. പിന്നെ തേങ്ങയിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ് ഈ വിപ്പിംഗ് ക്രീമിന്. ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വിപ്പ് ചെയ്യണമെന്ന് ആവശ്യമില്ല. വേണമെങ്കിൽ വിപ്പ് ചെയ്യാം, പക്ഷേ ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ ചെയ്ത ഈ 3 വിപ്പിംഗ് ക്രീം നമ്മുടെ ഈ ചാനലിൽ തന്നെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോ ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്തുകൂടെ എന്നെല്ലാം. ഞാനിതിൽ 6ൽ കൂടുതൽ വിപ്പിംഗ് ക്രീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തായി പോവും. അപ്പോൾ ഇത് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ 3 ഐറ്റവും. അത് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ 3 തരം വിപ്പിംഗ് ക്രീം നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.